ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നിക്കാഹ് നമ്മൾ ബുക്കിലിട്ട് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫോം ബോർഡാണ്. പിന്നെ മെറ്റീരിയൽ പലതരം മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ കസ്റ്റമർ ഏത് കളർ അല്ലെങ്കിൽ ഏത് ടൈപ്പ് മെറ്റീരിയലാണോ പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓഫ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ ആ ടൈപ്പ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്ലിറ്ററൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ഒന്ന് സൈസ് കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പറയാനുള്ളത് നല്ല നീറ്റായിട്ട് ചെയ്യുക, നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യുക. കാരണം മെറ്റീരിയലിൽ ക്ലോത്തിൽ എന്തെങ്കിലും അഴുക്കായാലും ഗമ്മായാലൊക്കെ പിന്നെ പോകാൻ ഭയങ്കര പാടാവും. പിന്നെ ഫോം ബോർഡ് രണ്ടും വെച്ചിട്ട് അതിൻ്റെ നടുവിൽ കട്ടിങ്ങുള്ള ഭാഗത്ത് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഏത് ടൈപ്പ് ടാപ്പ് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക, രണ്ടും ജോയിൻ്റ് ആക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കി വെക്കുക കറക്റ്റ് അല്ലേ എന്നുള്ളത്. പിന്നെ ഒരു സൈഡിൽ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ബാക്ക് ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഗോൾഡൻ കളർ കാർഡ് സ്റ്റോക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഇതിന് യൂസ് ആക്കുന്ന ഈ സെയിം മെറ്റീരിയൽ തന്നെ സെൻറ്റർ ഭാഗത്ത് യൂസ് ആക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കി. പക്ഷേങ്കിൽ ഗ്ലൂ ഉണങ്ങി കഴിയുമ്പോൾ മെറ്റീരിയൽ ഇങ്ങനെ ഫോം ബോർഡിൽ നിന്ന് വിട്ടു പോരുന്നു. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എങ്കിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മൊത്തത്തിൽ പറിച്ച് മാറ്റി. പിന്നെങ്കിൽ ഈ ഓർഡർ കുറേ ദിവസം മുന്നോ കൺഫേം ആക്കിയിട്ടുണ്ടെങ്കിലും ഇനി ഫിസിക്കലിട്ടും ടയേർഡായിട്ടുണ്ട് കൊടുക്കാനുള്ള തലേ ദിവസം വെച്ചിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെവിക്രിലൊന്നും വേറെ വാങ്ങിക്കാനുള്ള ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ഡബിൾ സൈഡ് ടാപ്പ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത കേട്ടോ. ഇത് പിന്നെ നമ്മൾ ചെയ്തത് മൊത്തം ഒട്ടിച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തത് മൊത്തം പറിച്ച് മാറ്റിയിട്ട് രണ്ടാമത് നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെങ്കിൽ പറയാനുള്ളത് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഇപ്പോൾ ഏത് തരം ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലായി കഴിഞ്ഞാൽ ആ ഭാഗം കൊണ്ടൊന്നും പുറം ഭാഗത്തൊന്നും തൊടരുത്. കാരണം അവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ മെറ്റീരിയലല്ലേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, തുടച്ച് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, കഷ്ടകാലം എന്ന് പറഞ്ഞ പോലെ ഡബിൾ സൈഡ് ടാപ്പും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിത് പിശുക്കി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും അൽഹംദുലില്ലാ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, എപ്പോഴും പറയുന്ന പോലെ. പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ റേറ്റ് എങ്ങനെ നമ്മൾ പറയാം, ഹാമ്പർ ഓരോ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ട് ഇതെങ്ങനെ നമ്മൾ റേറ്റ് പറയാം. അത് നമുക്ക് ഒരിക്കലും കസ്റ്റമൈസ്ഡ് ഐറ്റംസിൻ്റെ റേറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ഓരോ സ്ഥലങ്ങളും ക്രാഫ്റ്റ് ഐറ്റംസ് ഓരോന്നും കിട്ടുന്നതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞങ്ങളവിടെ കിട്ടുന്ന റേറ്റ് ആവില്ല നിങ്ങളെടുത്തത് ഷോപ്പിലുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഏത് വർക്ക് ചെയ്താലും അതിൻ്റെ എക്സ്പെൻസ് എത്രത്തോളം വരുന്നുണ്ടോ പ്ലസ് അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ചെയ്ത് അതിനെടുത്ത എഫേർട്ട്, ഓരോ വർക്കിന് എടുക്കുന്ന എഫേർട്ടും ടൈമും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് പ്രോഫിറ്റായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഒരു വർക്കിൻ്റെ റേറ്റ് പറയാം. ഓക്കെ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ വരുന്ന സ്ഥലത്തൊക്കെ ഗ്ലൂ ഗണ്ണിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ നമ്മൾ ഒട്ടുന്നുണ്ട്, പക്ഷേ ഫോം ബോർഡുമായിട്ട് ഒട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഡബിൾ സൈഡ് ടാപ്പ് സ്റ്റോക്ക് കുറവായതിനെ കൊണ്ട് ഞാനങ്ങനെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം നമ്മൾ കോൺ ഭാഗം മോൾക്കാക്കിയിട്ട് പിന്നെ മറ്റേ വരുന്ന ഭാഗം മടക്കിയിട്ട് ഗ്ലൂ ഗണ്ണൊക്കെ, ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ ഒരു വൃത്തിയായിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഒരു ഭാഗമൊന്നും നമ്മൾ മറ്റേ പ്രിൻ്റ് ഒട്ടിച്ച് കഴിഞ്ഞാലും എവിടെ ഒന്നും പുറത്തേക്ക് തള്ളിയിട്ടൊന്നും നിൽക്കുന്നത് കാണൂല. അപ്പോൾ നല്ല നീറ്റായിട്ട് നിൽക്കും. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഇങ്ങനെ കേട്ടോ. പലരും പലതരത്തിലും ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന വീഡിയോ കണ്ടിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും റിപ്ലൈ തരും. ഞാൻ ഇതുവരെ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും കൂട്ടി ആരും എനിക്ക് ഡൗട്ട് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചാലും കുറച്ച് ഡിലേ ആയിട്ടാണെന്നുണ്ടെങ്കിലും റിപ്ലൈ കൊടുക്കാനുണ്ടായിരുന്നില്ല എല്ലാവർക്കും. അതെന്ത് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചാണെന്നുണ്ടെങ്കിലും എനിക്ക് പറ്റണ പോലെ എല്ലാവരും ഡൗട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മളിവിടെ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ടെക്സ്ചർ ടൈപ്പാണ്. ഒരുപാട് തരം പ്രിൻ്റുകളുണ്ട് കേട്ടോ. പെർഫ്യൂം ടൈപ്പ് വരുന്ന, അതായത് നമ്മൾ പ്രിൻറ്റിന് ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലുണ്ടാവും. അങ്ങനെ പലതരം പ്രിൻ്റുകളുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് റേറ്റ് കൂടുതലാണ്, റേറ്റും വ്യത്യാസമുണ്ട് ഓരോ പ്രിൻറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്.
പിന്നെന്താ പറയുക, പിന്നെ അക്രിലിക്ക് നമ്മൾ ഇത് മാത്രമല്ല കേട്ടോ, റെസിൻ ആർട്ടൊക്കെ ഉള്ളത്, അതുപോലെ കസ്റ്റമൈസ്ഡ് ഖുറാനും മുസല്ലൊക്കെ ചെയ്യുന്നതിനായിട്ടുള്ള അക്രിലിക്കൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻഷാല്ലാ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അക്രിലിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ വീഡിയോ കണ്ടിട്ട് ദാരിദ്ര്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും മെസ്സേജ് ചെയ്യരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഡബിൾ സൈഡ് ടപ്പ് സ്റ്റോക്ക് കുറവായിരുന്നുള്ളത് വെച്ചിട്ട് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് വെച്ചിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. തലേ ദിവസം വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് നമുക്ക് ആവശ്യം. പെർഫെക്ഷനും വേണം, വർക്ക് കംപ്ലീറ്റ് ആവുകയും വേണം. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ഫെവിക്കോളും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെൻറ്റർ ഭാഗത്തൊക്കെ ഫെവിക്കോളും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ സൈൻ ചെയ്യുന്ന പെന്ന് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ നമ്മളൊരു ഷോർട്സ് ആയിട്ട് സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന രീതിയാണ് പെർഫെക്റ്റ്. പിന്നെ നമ്മളെല്ലാവരെക്കാട്ടിയും ബെറ്റർ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത് വാട്സപ്പിൽ മെസ്സേജ് അയക്കണത് കാണുമ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ചെയ്യാൻ അറിയുന്ന ആൾക്കാരും ഉണ്ടാവും. അവരും കമൻറ്റ് ചെയ്യുക എങ്ങനെയല്ല എന്നുള്ളത്. അവർക്ക് അറിയുന്ന രീതികൾ അവരും കൂടെ കമൻറ്റ് ചെയ്യട്ടെ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഇതിലും വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴേ പിന്നെ വരുന്ന പുതിയ കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വർക്കായാലും നമ്മൾ സെയിൽ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ പുതുതായിട്ട് വരുന്നവർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ വന്ന് കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.